എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ശ്രീ അരുൺകുമാർ, ഇന്ന് രാവിലെ വിമാനത്താവളത്തിലെത്തിയ മന്ത്രി വീണ ജോർജ് വളരെ ക്ഷുഭിതയായാണ് സംസാരിച്ചത്. എന്തിനാണ് മന്ത്രി ശരിക്കും ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ പഴിക്കുന്നത്? ഡൽഹി യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദം ഉണ്ടായിട്ടില്ല. എന്നിട്ട് അവിടെ നേരത്തെ നിശ്ചയിച്ച ഒരു പരിപാടിയുമായിട്ട് പോകുന്നു. 10-37 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ സാഹചര്യത്തിൽ ഈ മന്ത്രി ഡൽഹിക്ക് പോകുമ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണണമെന്ന് ആഗ്രഹിച്ചു. കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ആ ശ്രമം പരാജയപ്പെട്ടു. സ്വാഭാവികം. പക്ഷേ വലിയ ഊഹാപോഹങ്ങൾ വെച്ച് മാധ്യമങ്ങൾ നടത്തിയ പല രൂപത്തിലുള്ള പ്രചരണം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അടക്കം ചില യൂട്യൂബർമാരടക്കം നടത്തിയ നിശ്ചിതമായിട്ടുള്ള വിമർശനവും, മന്ത്രിക്ക് ഹിന്ദി അറിയില്ല, ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർ തന്നെ ഭാഷ അറിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സമര പാരമ്പര്യമില്ല, അതുപോലെ പൊതുപ്രവർത്തനത്തിന്റെ പാരമ്പര്യമില്ല, കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന രൂപത്തിൽ വ്യക്തിപരമായിട്ട് ആക്രമിക്കാൻ നടത്തിയ നിരവധി ശ്രമങ്ങളുണ്ട്. അതിനൊന്നും ഇല്ലേ? അത് തെറ്റായ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ശ്രീ അരുൺകുമാർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ തുടക്കത്തിൽ, ഒരു ഔദ്യോഗിക പരിപാടിക്ക് ഡൽഹിയിൽ അവർ വരുന്നു, അതിനിടയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ കൂടി ശ്രമിക്കും. ഇങ്ങനെ വീണ ജോർജ് പറഞ്ഞിരുന്നെങ്കിൽ ഈ യാത്ര ഒരു വിവാദമേ ആകുമായിരുന്നില്ല. മറിച്ച് അവർ ഇന്നലെ രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുമ്പോഴും ഡൽഹി കേരള ഹൗസിൽ എത്തിയ ശേഷവും പറഞ്ഞത്, ഞാൻ വന്നതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം കേന്ദ്രമന്ത്രിയെ കാണുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് ക്യൂബൻ കൂടിക്കാഴ്ചയെക്കുറിച്ച് അവർ പറയുന്നത്. അത് ഇത്രയും പ്രശ്നമാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഒന്നാമത്തെ ലക്ഷ്യം അതായിരുന്നില്ല, ക്യൂബൻ പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ചയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മാധ്യമങ്ങൾ പോലും ഈ വാർത്ത അത്ര ഗൗരവമായി കാണുമായിരുന്നില്ലല്ലോ. എന്തിനാണ് മന്ത്രി തെറ്റിദ്ധരിപ്പിക്കും വിധം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്? അത് വിവാദമാക്കുക എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യം. അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ദിവസങ്ങൾ ശ്രീ അരുൺകുമാർ, രാവിലെ മുതൽ മന്ത്രി തെറ്റിദ്ധരിപ്പിക്കും വിധമാണ് പറഞ്ഞതെന്നുള്ളത് അങ്ങേക്ക് പറയും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ തുടക്കത്തിൽ അരുൺകുമാർ പറഞ്ഞത് കാര്യം, ക്യൂബൻ പ്രതിനിധി സംഘത്തെ കാണാൻ വരുന്നു, പറ്റുമെങ്കിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ ശ്രമിക്കും, അത് മനസ്സിലാക്കാം. പക്ഷെ ഇത് ആശമാർ നിരാഹാരം തുടങ്ങി, ഞാൻ ഉടനെ രാവിലെ വിമാനം പിടിച്ച് ഡൽഹിക്ക് പോകുന്നു, കേന്ദ്രമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം ചോദിക്കുമ്പോഴും ഈ ക്യൂബൻ സംഘവുമായുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് ആരോഗ്യമന്ത്രി മിണ്ടുന്നില്ല. കേരള ഹൗസിൽ എത്തിയ ശേഷം വീണ്ടും ചോദിക്കുന്നു, അപ്പോഴും മിണ്ടുന്നില്ല. കേരള ഹൗസിൽ ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മുറിയിൽ പോയ ശേഷം തിരികെ വന്ന് പറഞ്ഞു. അപ്പോഴും പറയുന്നത് എന്താണ്? ഞാൻ ഒന്നാമതായി കാണാൻ വന്നിരിക്കുന്ന കാര്യം കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണ്. ഒരു മര്യാദ വേണ്ടേ? അവിടെയാണ് ഒന്നാമതായി കാണാൻ ഉദ്ദേശിക്കുന്ന ആളുടെ അപ്പോയിന്റ്മെന്റ് തലേദിവസമാണോ തേടുക എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കേന്ദ്രമന്ത്രി സമരപ്പന്തലിൽ വന്ന് വലിയ നാടകമൊക്കെ കാണിച്ച് 3 തവണ പോയിട്ടും ഇവിടെ JP നദ്ദ തന്നെ പറഞ്ഞു, ഇപ്പോൾ ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ ഒരു പരിപാടി കേന്ദ്രത്തിന്റെ ഭാഗത്തില്ല എന്ന് പറയുമ്പോഴും കേന്ദ്രത്തിനെതിരെ ഒരു വാക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾ ചർച്ച ചെയ്തോളൂ. ഡൽഹി അറിയുന്ന എല്ലാവർക്കും അറിയാം, കേരളത്തിലെ റെസിഡന്റ് കമ്മീഷണർക്ക് റെസിഡന്റ് കമ്മീഷണർക്കും അറിയാം അത് നടക്കാനിടയില്ല എന്നുള്ളത്. ഇവൻ ശരിയല്ല. 18-ാം തീയതിയും 19-ാം തീയതിയും കത്ത് കൊടുത്തു, കാണാൻ ശ്രമിച്ചു, കാണാൻ പറ്റിയില്ല. ഇപ്പൊ കണ്ടാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇതേ JP നദ്ദ പറഞ്ഞല്ലോ. ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടും അംഗൻവാടി വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ സമരം നടക്കുന്നുണ്ടല്ലോ. 18-ന് തയ്യാറാക്കിയ കത്ത് കൊടുത്തതും 19-ന് തന്നെയാണ് എന്ന് മന്ത്രി തന്നെ പറഞ്ഞതാണ് കേട്ടോ, ഞങ്ങളാരും പറഞ്ഞതല്ല. എന്തായാലും കണ്ടാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന നമ്മൾ കണ്ടതല്ലേ. മറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാം അക്യൂസ് ചെയ്യാനുള്ള നിങ്ങളുടെ സ്ഥിരം ശൈലി, അത് നിങ്ങൾ തുടർന്നോ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം. ഒരു മണിക്കൂർ കൗണ്ടർ പോയിന്റ് 2 മണിക്കൂറായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. 1.72% പേർ നടത്തുന്ന സമരത്തിൽ പകുതിയോളം പേരെ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ പുറത്ത് വസ്തുതാന്വേഷണം ഉണ്ടാകും ജനാധിപത്യ രാജ്യത്ത്. അത് കണക്കാക്കണം, അത് മനസ്സിലാക്കണം, അതിനനുസരിച്ചുള്ള പക്വത പൊതുപ്രവർത്തകർ കാണിക്കണം. അതുകൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്. 2019 ഒക്ടോബർ മുതൽ നിങ്ങൾ ഇങ്ങനെ പൊതുപ്രവർത്തകരോട് ചോദിച്ചല്ലോ കുറെ ചോദ്യം. ഇടതുപക്ഷത്തിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര സംവിധാനം ചെയ്തല്ലോ. ഇടതുപക്ഷം എന്ന് തീർന്നു എന്ന് പറഞ്ഞ് ഇതുപോലെ എത്ര തവണ കൗണ്ടർ പോയിന്റ് താങ്കൾ ചർച്ച നടത്തി? എന്നിട്ട് എന്ത് സംഭവിച്ചു? വർദ്ധിത വീര്യത്തോടെ ഇടതുപക്ഷം ശക്തി തെളിയിച്ചു. അങ്ങനെ പറഞ്ഞു കൊടുക്കണം.
ഇവിടെയും ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ചർച്ച നിങ്ങൾ എത്ര നടത്തിയാലും സത്യം കൃത്യമായി ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതാണോ ഒരു ജനാധിപത്യ രാജ്യത്ത് ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നതിന്റെ മാനദണ്ഡം? ഇതൊക്കെ ആ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞ പത്രമുത്തശ്ശിയും അതിന്റെ ബന്ധുക്കളും ഇത്തരം നിരന്തരം ചോദ്യം ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ മറുപടി പറയേണ്ടി വരും. ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മേഡം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു എന്നുള്ളതാണോ നിങ്ങൾ മുന്നോട്ട് ഒരു രാജ്യത്ത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ളതിന്റെ മാനദണ്ഡം? വിട്ടില്ലേ? അല്ല, ഇത് കുറെ നാള് താങ്കളിൽ നിന്ന് തന്നെ കേട്ടതാണ്. എന്നിട്ട് കേന്ദ്രവുമായിട്ട് താരതമ്യപ്പെടുത്തുന്നൊക്കെ കണ്ടാണ്. ഭയങ്കര ഇത് കേന്ദ്രത്തിലൊക്കെ പണ്ട് ഭരണ തുടർച്ചയൊക്കെ തീർച്ചയായിട്ടും താരതമ്യപ്പെടുത്തും. കാരണം നിങ്ങൾ ശക്തിയുക്തം എതിർക്കുന്ന നരേന്ദ്രമോദി പറയുന്നതും അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ളതിന് തെളിവ് ജനങ്ങൾ അവരെ ആവർത്തിച്ച് വിജയിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് CPM അംഗീകരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ തർക്കം തീർന്നു. ഇതൊരു നടക്ക് പോണ മാതിരില്ല. കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ്. കേരളം വ്യത്യസ്തമാണ്. ശരി, ആശമാരുടെ സമരത്തെ കുറിച്ച് അത്ര ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ആ 12-ാം തീയതി തന്നെ അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്നെങ്കിലും കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ആയുള്ള കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിന്റ്മെന്റ് തേടിയിരുന്നെങ്കിൽ ഇന്നലെ ആ കൂടിക്കാഴ്ച നടക്കുമായിരുന്നില്ലേ? 636.88 കോടി രൂപയാണ് കേന്ദ്രം തരാനുള്ളത്. പാർലമെന്റിൽ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? കൃത്യമായിട്ട് അവിടെ ആ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ MP അവിടെ പ്രത്യേക പ്രമേയം അവതരിപ്പിച്ചില്ലേ? എന്തിനാ നിങ്ങൾ അത് ചോദിക്കാത്തത്? അതാ നിന്റെ വിഷമം. ഈ കേരളത്തിന് തരാനുള്ള ബ്രാൻഡിങ്ങിന്റെ പേരിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന തുക അത് കേരളത്തിന് കൊടുക്കേണ്ടതല്ലേ? ഒരു ചാനലും ചോദിക്കില്ല, ഒരു ആങ്കറും ചോദിക്കില്ല. കേന്ദ്രം എന്തുകൊണ്ട് തീരുമാനമെടുത്തില്ല? ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി ധനമന്ത്രിയെ കണ്ടത്, കേന്ദ്ര ധനമന്ത്രിയെ കണ്ടത്, സർക്കാരിന്റെ തന്നെ വിവരണം അനുസരിച്ച് അനൗപചാരിക കൂടിക്കാഴ്ച. ആ അനൗപചാരിക കൂടിക്കാഴ്ചയിൽ ഈ കിട്ടാനുള്ളതിനെ കുറിച്ച് പറഞ്ഞിരുന്നോ? അല്ല, അത് പിന്നെ എനിക്കറിയില്ല. അവിടെ പങ്കെടുത്ത ഗവർണറോ മുഖ്യമന്ത്രിയോ കേന്ദ്ര പ്രതിനിധിയോ അതുപോലെ തന്നെ ഈ കേന്ദ്ര ധനകാര്യമന്ത്രിയോ എന്തൊക്കെയാണ് ചർച്ച ചെയ്തതെന്ന് പറഞ്ഞതായിട്ടുള്ള വിവരം എനിക്കില്ല. അങ്ങ് ഡൽഹിയിലുള്ളതുകൊണ്ട് എന്തോ വിവരം ഉണ്ടെങ്കിൽ എന്തൊക്കെയാണെന്ന് അജണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. എനിക്ക് അതിനെ പറ്റി അറിവില്ല. ഇല്ല, ആർക്കൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് ആ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ഏറ്റവും കൗതുകകരമായ കാര്യം. കേന്ദ്രം ഇത്രയും വലിയ അനീതി കേരളത്തോട് കാണിക്കുമ്പോൾ ധനമന്ത്രിയെ മുൻപിൽ ഏതാണ്ട് 1 മണിക്കൂർ അടുത്ത് കിട്ടിയിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ടായിരിക്കും ഈ കാര്യം പറഞ്ഞുവെന്ന് പോലും മുഖ്യമന്ത്രി പോലും പറയാൻ തയ്യാറാവാത്ത, അല്ലെങ്കിൽ ഒരു PRD വാർത്താക്കുറിപ്പ് പോലും ഇല്ലാത്തത്? കേരളത്തിന്റെ പൊതു ആവശ്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് തരംതിരിച്ച് പറയാത്തിടത്തോളം കാലം നമ്മൾ ഈ ഊഹം വെച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇവിടെ കേന്ദ്രവുമായി ബാബുവിനോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ശ്രീ അരുൺകുമാർ, അയ്യോ, BJP പ്രതിനിധിയോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ലല്ലേ? അതെനിക്കറിയില്ലായിരുന്നു. കാരണം അതായത് ഇത്രയും വലിയ സമരത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന നേതാക്കന്മാരും അല്ല, അവർക്ക് ഈ കേന്ദ്രമന്ത്രിയൊക്കെ പോയി ഇത്രയും പാട്ടുപാടി ആ സമരത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ആ കേന്ദ്രത്തിൽ നിന്നാണ് ഇത്രയും വലിയ സ്കീം എന്നുള്ള കാര്യവും 1 രൂപ വർദ്ധിപ്പിക്കണമെന്ന് ചോദിക്കാൻ അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ചെയ്യണമെങ്കിൽ കേന്ദ്രം തരാനുള്ള കുടിശ്ശിക തരണം. 3/4 മണിക്കൂർ കിട്ടിയ ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം എന്തുകൊണ്ട് ഫേസ് ടു ഫേസ് കണ്ടിട്ട് അത് പറയുന്നില്ല? പിന്നെ ഈ TV ചാനലിൽ ഇരുന്ന മലയാളത്തിൽ ഉല്ലാസ് ബാബു നിർമ്മല സീതാരാമനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടുമോ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. കേരളത്തിന്റെ പൊതുവായ വികസനത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് നടന്നത്. അത് പടിപടിയായിട്ട് വരുമ്പോ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഇപ്പോൾ കേന്ദ്രം തരാനുള്ള പിടിച്ചു വച്ചിരിക്കുന്ന ഇൻസെന്റീവ് തരണം. അതുപോലെ തന്നെ NHMമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് തരണം. കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചാൽ ആനുപാതികമായിട്ട് കേരളം വർദ്ധിപ്പിക്കും. ഞാൻ ആവർത്തിച്ച് ചോദിച്ചത് 12-ാം തീയതി തീരുമാനിച്ച കാര്യത്തിന് അപ്പോയിന്റ്മെന്റ് അന്നേ തേടാമായിരുന്നില്ലേ എന്നുള്ളതാണ്. അതിന് താങ്കൾ ഇതുവരെ മറുപടി പറഞ്ഞതുമില്ല. ശ്രീ മാത്യു കുഴൽനാടൻ, പിന്നെ തുടങ്ങിയേക്കാം. ഇതിപ്പോ അവസാനം നിഷ സൂചിപ്പിച്ച് സംസാരിച്ച ഒരു കാര്യം, അതിന് അരുൺകുമാറിന്റെ മറുപടിയും കൗതുകരമായിരുന്നു. കാരണം നിർമ്മല സീതാരാമനെ കിട്ടിയപ്പോൾ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹവും പുറത്തു പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. നീ എന്തിനാണ് പറയാൻ പോയത്? പുറത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല സംസാരിച്ചതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് പറയുന്നത്. അനൗപചാരിക കൂടിക്കാഴ്ച എന്ന് പറഞ്ഞു. അനൗപചാരിക കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ പിന്നെ പറഞ്ഞ എന്താണെന്ന് പറയുക, കേരളത്തിന് വേണ്ടിയിട്ടാണോ ഇനി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ കാത്തിരുന്ന് കാണാം. ശരി, അരുൺകുമാർ, കേരളത്തിലെ കാര്യത്തിലേക്ക് വന്നാൽ ഈ നിർബന്ധ ബുദ്ധിയും ശാഠ്യവുമാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ചർച്ച ഒത്തുതീർപ്പാക്കാൻ എന്തെങ്കിലും വ്യവസ്ഥകൾ ഈ സമരക്കാരുടെ മുന്നിൽ വെച്ചിരുന്നു മന്ത്രി കഴിഞ്ഞ ദിവസം വിളിച്ച ചർച്ചയിൽ?
കൃത്യമായി വിലയിരുത്തി പറഞ്ഞു കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചാൽ ആ സമയത്ത് കേരളം വർദ്ധിപ്പിക്കും. ഈ സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യം തന്നാൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുഖ്യമായി ചെയ്യും. കേന്ദ്രത്തിന്റെ സ്കീം കൂട്ടിയത് കേന്ദ്രം കൂട്ടുന്നതിന് അനുബന്ധമായിട്ടായിരിക്കണമല്ലോ. കേന്ദ്രം കൂട്ടിയാലേ കേരളം കൂട്ടാൻ പറ്റൂ എന്ന് പറയുന്ന വ്യവസ്ഥ ഏതാണ് ശ്രീ അരുൺകുമാർ? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. മറ്റ് സംസ്ഥാനങ്ങൾ ഓണററി ഒന്നും കൂട്ടിയില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ BJP ഭരിക്കുന്ന ഇത്രയും വലിയ സംസ്ഥാനങ്ങളിലെല്ലാം രാജസ്ഥാൻ 2000, ഗുജറാത്ത് 2000, ബീഹാർ 3000, UP 2000, ഈ 4 സംസ്ഥാനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളൊന്നല്ല, പല സംസ്ഥാനങ്ങളും കൂട്ടിയിട്ടുണ്ട്. താങ്കൾ പറയുന്നത് കൊണ്ട് അതങ്ങനെ അല്ലാതാവുന്നില്ല. പക്ഷെ എന്റെ ചോദ്യം, കേന്ദ്രം കൂട്ടിയാലേ കേരളത്തിലെ ആശാമാരുടെ ഓണറേറിയം കൂട്ടാൻ കഴിയൂ എന്ന് പറയുന്നതിന് എന്തെങ്കിലും നിയമപരമായ പിൻബലമോ ആശാ ഇൻസെന്റീവുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ചട്ടമുണ്ടോ? എന്താണ് അതിന് കാരണം? എന്താ ഉറക്കം വരുന്നു? അതായത് 636.88 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രം തരാനുണ്ട്. ആ തുക തന്നാൽ മാത്രമേ ഈ രംഗത്ത് ഇപ്പോൾ ഏതെങ്കിലും ഇടപെടൽ നടത്താൻ പറ്റൂ. കേന്ദ്രത്തിന് ഞാൻ പറയട്ടെ, കേന്ദ്രം തരാനുള്ള പണം എന്തുകൊണ്ട് തരുന്നില്ല എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ BJP പ്രതിനിധിയോട് പോകണ്ട, ചോദിച്ചിട്ട് കാര്യമില്ല. പക്ഷേ പൊതുസമൂഹത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ ആ വിഷയം അവതരിപ്പിക്കാൻ നിങ്ങൾ തയ്യാർ? ഇല്ല ശ്രീ അരുൺകുമാർ, അത് ഞാനോ താങ്കളോ ഒന്നുമല്ല. മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിയെ കണ്ടിട്ട് ഒറ്റയാഴ്ചയാവുന്നുണ്ടായിരുന്നു. നേരെ ചോദിക്കണമായിരുന്നു. അത് ചോദിച്ചതായി നമുക്കറിയില്ല. എന്താണ് മാറ്റം? ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. ഇവിടെ വളരെ ആധികാരികമായി നുണയും വിവരക്കേടും പറയാന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ശൈലി. കാരണം ഞാനിപ്പോ ഒരു കാര്യം ലളിതമായിട്ട് ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ സർക്കാർ PSC മെമ്പർമാരുടെയും അതുപോലെ KV തോമസിന്റെ ശമ്പളവും യാത്രാപത്യം കൂട്ടിയത്. ആ ഏത് ബഡ്ജറ്റിലായിരുന്നു പറഞ്ഞായിരുന്നു ആ പൈസ കൂട്ടിയപ്പോ? അതൊന്ന് പറഞ്ഞുതരോ? ഈശ്വര, ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. യാതൊരുവിധ ഉളുപ്പമില്ലാതെ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ന്യായീകരിക്കുക, തുടക്കം മുതൽ നുണ പറയുക, തുടക്കം മുതൽ മണ്ടത്തരം പറയുക, നാവെടുത്താൽ തട്ടിപ്പ് പറയുക. അതൊക്കെ അന്ന് AKG ഓഫീസിൽ പോയി കാണിച്ചോ, അല്ലാണ്ട് ഇവിടെ വന്നിരുന്ന അഭ്യാസം കളിക്കരുത്. ഈ മുഖ്യമന്ത്രിക്ക് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയില്ലെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോവാൻ പറയണോ? ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.